അപ്പോൾ പത്രോസ് മാത്രം മറുപടി പറഞ്ഞ മറുപടി, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. കേട്ടോ, വേറൊരാളും പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. 11 പേര് പറയുന്നതിന് മുമ്പ് പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ആ ഉത്തരത്തിനകത്തുള്ള വൈവിധ്യം, അങ്ങനെ ഒരു ആൻസർ പറയണമെങ്കിൽ മാംസരക്തങ്ങളോട് കൂടിയുള്ള അറിവിൽ നിന്ന് പറയാൻ പറ്റില്ല. അഥവാ ബുദ്ധിയും കൊണ്ടിരുന്നാൽ നിനക്ക് പിടുത്തം കിട്ടാത്ത ചിലത് ഇവിടെ നടക്കുന്നുണ്ട്. ബുദ്ധി കൊണ്ട് അറിവുകളുടെ വെളിച്ചത്തിൽ ആദ്യത്തെ ചോദ്യത്തിന് ആൻസർ പറഞ്ഞു. ഇരമ്യാവ്, യോഹന്നാൻ സ്നാപകൻ, മറ്റു പ്രവാചകന്മാർ അറിവുകളുടെ വെളിച്ചത്തിൽ പറഞ്ഞു. ഒരുത്തൻ വാ തുറന്നത് അറിവ് പറയാനല്ല, അവൻ വാ തുറന്നിട്ട് പറഞ്ഞു, ആർക്കും അറിയാത്തൊരു കാര്യം, ആർക്കും മനസ്സിലാകാത്തൊരു കാര്യം അവൻ വിളിച്ചു പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അത്രേ. പത്രോസ് പറഞ്ഞത് ഈ ഭൂമിയിലെ അറിവല്ല, കേട്ട അറിവല്ല, പറഞ്ഞു കേട്ടതല്ല, ചുറ്റുപാട് സംസാരിച്ച അറിവല്ല. പത്രോസ് പറഞ്ഞത് പിതാവ്, സ്വർഗീയ പിതാവ് വെളിപ്പെടുത്തിയതാണെങ്കിൽ, അതൊരു വെളിപ്പാടാണെങ്കിൽ, അത് സ്വർഗത്തിലുള്ളതാണെങ്കിൽ, സ്വർഗത്തിന്റെ രഹസ്യമാണെങ്കിൽ, അതൊരു വെളിപ്പാട്